ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന നല്ലൊരു ഭംഗിയുള്ള കണ്ടംപററി മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ലൊരു വില്ല പ്രൊജക്റ്റാണ്. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം ദൂരത്തായാണ്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ മനോഹരമായ വീട് ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കിഴക്കമ്പലം ടൗണിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്നുണ്ട്. ഏതൊരു ഭാഗത്തേക്കാണെങ്കിൽ ഈസിലി ആക്സസ് ലഭിക്കുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വരുന്നത് 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2560 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ധാരാളം വീടുകൾക്ക് സമീപത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി നല്ല വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് സൗകര്യം ലഭ്യമാണ്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു എലിവേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോക്സി മോഡൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെ തന്നെ 5 സെൻറ്റ്, 5.5, 6 സെൻറ്റിലെല്ലാം വീടുകൾ അവൈലബിൾ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. 2560 സ്ക്വയർ ഫീറ്റ് 5 സെൻറ്റിൽ നിർമ്മിച്ച ഈ വീട് 4 ബെഡ്റൂമുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മറ്റു പ്ലാന്റുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഒരുക്കിയിരിക്കുന്നു. മനോഹരമായ എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനത്തിലും വടക്ക് ദർശനത്തിലുമായി വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഷാൻഡിയർ ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. മാത്രമല്ല വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ ആണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ഇൻറ്റീരിയർ വർക്കോട് കൂടി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഡബിൾ ഹൈറ്റ് നൽകിക്കൊണ്ട് തന്നെ നല്ലൊരു വിശാലത നമുക്ക് കയറുമ്പോൾ തന്നെ, വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഈ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. കാൻഡിലിവർ സ്റ്റെയർകേസാണ് ഇത്. സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡിലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ക്വയർ ട്യൂബും വുഡിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ഡൈനിങ് ഏരിയയിലേക്ക് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു വാൾ ഓപ്പൺ ചെയ്ത് ടഫൻ ഗ്ലാസ് എല്ലാം നൽകി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 3 ഫേസ് കണക്ഷനാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീഗാൻ്റെ വയറിങ് അതുപോലെ തന്നെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്.
നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഈ ഒരു ഭാഗത്തായി കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗൂർ ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഒരു ടഫൻ ഗ്ലാസ് എല്ലാം നൽകി ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു കിച്ചൺ, നല്ല സ്പേഷ്യസ് ആയൊരു കിച്ചണാണ്. കിച്ചൺ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് കൂടിയാണ്. വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം കിച്ചൺ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിശ വരുന്ന കിഴക്കോട്ടാണ്. കിച്ചൺ ടോപ്പിനായി വൈറ്റ് കളർ നാനോ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു കിച്ചൺ ഹുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ് കേട്ടോ. വർക്ക് ഏരിയയുടെ വർക്കുകൾ ഏതാണ്ട് ഒരു അതിൻ്റെ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമുക്കിത് വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. 2 ബെഡ്റൂമുകളിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. മനോഹരമായ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം 12 അടി വീതിയും 14 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗൂർ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ടാണല്ലോ ഈ ബാത്റൂമിൻ്റെ നിർമ്മാണം. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു സ്റ്റഡി ഏരിയയും നമുക്ക് ഈ ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം, വലിയൊരു വിൻഡോ നൽകിക്കൊണ്ട് തന്നെ നല്ല വെന്റിലേഷൻ സൗകര്യം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നീളത്തിലുള്ള നീറ്റായിട്ടുള്ള നല്ല ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ജാഗോർ ബ്രാൻഡാണ് കേട്ടോ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഇവിടെ അവൈലബിൾ ആണ്. എക്സോ സൗകര്യവും ഹോട്ട് ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് തന്നെയാണ് ബാത്റൂമുകളുടെ നിർമ്മാണം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ്. ഇത് GS വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഈ ഒരു ഭാഗം ടഫൻ ഗ്ലാസ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ വീണ്ടും ഒരു TV യൂണിറ്റ്, ഗ്രൗണ്ട് ഫ്ലോറിൽ TV യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലും ഒരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മനോഹരമായ ഒരു ഇൻറ്റീരിയർ ഡിസൈനുകളെല്ലാം നൽകി ഭംഗിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. സീലിംഗ് ഫാനുകൾ നൽകിയിരിക്കുന്നു. BLDC ഫാനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ഹാൻഡിലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഷാൻഡിലിയർ ലൈറ്റ് എല്ലാം ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നീളത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൂവേഴ്സ് എല്ലാം നൽകി ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടലായി 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഇതിൽ 3rd ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിൽ ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോയാൽ ഡോറുകളെല്ലാം ഫൈബർ ഡോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഒരു മിറർ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കണ്ടാലോ. ലാസ്റ്റ് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12 അടി വീതിയും 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ. ഇതിനെല്ലാം പുറമെ ഒരു വലിയൊരു യൂട്ടിലിറ്റി സ്പേസ്, വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ നൽകി വലിയൊരു യൂട്ടിലിറ്റി സ്പേസ്, വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് യൂട്ടിലിറ്റി സ്പേസും നിർമ്മിച്ചിരിക്കുന്നത്.
5 സെൻറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. മനോഹരമായ ലൊക്കേഷൻ, ഏതൊരു ഭാഗത്തേക്കാണ് ഈസിലി ആക്സസ് ലഭിക്കുന്ന നല്ലൊരു ലൊക്കേഷനിലാണ്. ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. കാക്കനാട് ഭാഗത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ഉപകാരപ്രദമാകുന്ന ഒരു ലൊക്കേഷനിലാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഇവിടുത്തെ യൂട്ടിലൈസ് സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ യൂട്ടിലൈസ് സ്പേസ് ആണ്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും മാത്രമല്ല, വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ടേബിളല്ലായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു സ്പേസ് കൂടിയാണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 5 സെൻറ്റിൽ 2560 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ 1,10,00,000 രൂപയാണ് ഈ വീടിന് ആസ്ക് റേറ്റ് ആയിട്ട് വരുന്നത്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. കൂടാതെ ഇവിടെ തന്നെ 6 സെൻറ്റിൻ്റെ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. 1,28,00,000 രൂപയാണ് ആ വീടുകൾക്ക് ചോദിക്കുന്ന വില. നമ്മളിപ്പോൾ കണ്ട ഈ വീട് 1,10,00,000 രൂപയാണ് ചോദിക്കുന്നത്. വിലകളെല്ലാം തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. HDFC ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും സൗത്ത് ഇന്ത്യ, അതുപോലെ തന്നെ ഏത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോകൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലികളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കല്ലേ. മാത്രമല്ല, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.